ഹലോ ഗായ്സ്, നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഫ്രൂട്ട് സാലഡാണ് കേട്ടോ. ഫ്രൂട്ടിൻ്റെ സാലഡ്. അപ്പം ഫ്രൂട്ട് ഐസ്ക്രീം ചേർത്തിട്ടാണ് നമ്മളിടുന്നത്. അതിനകത്ത് ഞങ്ങൾ ചേർത്തിരിക്കുന്നത് ആപ്പിളുണ്ട്, അതുപോലെ തന്നെ പേരക്ക എടുത്തിട്ടുണ്ട്, ഞങ്ങൾ കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട്, ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ കപ്പളങ്ങ പഴം എടുത്തിട്ടുണ്ട്, ഐസ്ക്രീമുണ്ട്, ഐസ്ക്രീം. പിന്നെ ഞങ്ങൾ എടുത്തത് മിൽക്ക് മിസ്റ്റാണ്. മിൽക്കി മിസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇതാണ് ഞങ്ങൾ എടുക്കുന്നത്, മിൽക്കി മിസ്റ്റ്. അപ്പോൾ ഞങ്ങളിത് പ്രിപ്പറേഷൻ തുടങ്ങുക കേട്ടോ. അപ്പോൾ പിന്നെ ഇത് നമുക്ക് മക്കൾക്കൊക്കെ കൊടുക്കാനൊക്കെയുള്ള നല്ല വീടുകളിൽ നിന്നുള്ള മാത്രമേ ഉള്ളൂ, വലിയധികം പുറമേ നിന്നുള്ള ഫുഡുകളൊന്നും ഇല്ല. ആദ്യമായിട്ട് ഞങ്ങൾ ഇടുന്നത് സ്പൂണും കൊണ്ട് ആദ്യം ഞങ്ങൾ ഇടാൻ പോകുന്ന ആപ്പിളാണേ. കഷ്ണങ്ങളാക്കിയ ആപ്പിള്, പിന്നെ കഷ്ണങ്ങളാക്കിയ പേരയ്ക്ക, പിന്നെ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചെറുപഴം കേട്ടോ. ഇത് മറ്റേ ചുണ്ടില്ല വാഴയുടെ കണ്ണൻ വാഴ എന്നൊക്കെ പറയും. ആപ്പിളാണേ, അല്ല പഴമാണ്. അതിനുശേഷം ഞങ്ങൾ ഇടുന്നതാണ് ഈന്തപ്പഴം. എല്ലാം കൂടി ഇട്ട് കപ്പളങ്ങ കഷ്ണങ്ങളാക്കിയതും കൂടെ ഞങ്ങൾ ഇടുക കേട്ടോ. ഇത് എന്താ പറയുക, നമ്മളുടെ മക്കൾക്കൊക്കെ ഈ ഫ്രൂട്ടിന് എപ്പോഴും ഒന്നും കഴിക്കാതെ ഇരിക്കാൻ മക്കൾക്ക് കൊടുക്കുകയാണ്. അതുപോലെ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീം ഇടുക കേട്ടോ. അതിനകത്തേക്ക് ഐസ്ക്രീമാണ് ചേർക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫുഡാട്ടോ ഇത്. അതുപോലെ ഞങ്ങൾ കുറച്ച് മിൽക്കി മിസ്റ്റ് ഒഴിക്കുക. മിൽക്കി മിസ്റ്റിൻ്റെ സ്പൂണിലേക്ക് ഒഴിക്കാവുന്ന അളവ് നമുക്കറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 2-3 സ്പൂൺ ഇട്ടാൽ മതി, അത് ഒന്നും ഇടണ്ട. കാരണം എല്ലാത്തിനും നല്ല മധുരമുള്ളതാണല്ലോ, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുവാണേ. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഇല്ലെങ്കിൽ ഞാൻ തേൻ ഒഴിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഐസ്ക്രീമുണ്ട്, തേൻ കുറവായിരുന്നു. ഇനി യോജിപ്പിക്കണം. നമ്മൾ യോജിപ്പിച്ച് എടുക്കുവാണേ. യോജിപ്പിച്ചെടുത്ത് ഇത് കുറച്ചും കൂടി ഐസ്ക്രീം വേണം. ഐസ്ക്രീം കുറച്ച് കുറഞ്ഞു പോയി. ആ ഐസ്ക്രീം നമുക്കൊന്നുകൂടെ കുറച്ചധികം ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് ഉപയോഗിക്കാം കേട്ടോ. അത് ഏറ്റവും നല്ലൊരു ഫുഡായിട്ട്, ഒരു നേരത്തെ ഫുഡായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുണ്ടോ, നമുക്കത് എന്താ പറയുക, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളധികം. പേരയ്ക്കയാണെങ്കിലും ഈ മാങ്ങാപ്പഴം ഉണ്ടെങ്കിൽ മാങ്ങാപ്പഴം കാലത്ത് ഏറ്റവും നല്ലതാണ്. കപ്പളങ്ങാപ്പഴം വീട്ടിലുള്ളതാണ്, പേരയ്ക്ക വീട്ടിലുള്ളതാണ്. എല്ലാ സംഭവങ്ങളും നമ്മൾ എടുത്തു. ഇനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് ഓരോ പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും മതി, നമുക്കത് തണുപ്പിക്കാനായിട്ട്. ഈ തണുപ്പ് വേണ്ടാത്തവർക്ക് നമുക്കത് ഇതുപടി കഴിക്കാം കേട്ടോ. ഐസ്ക്രീമിൻ്റെ തണുപ്പൊന്നും അധികം ഒരു തണുപ്പായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഫ്രൂട്ട് സാലഡ്, ഞാനിതിനകത്ത് മുന്തിരി ഇടാറുണ്ട്. അപ്പം എനിക്ക് ഇവിടെ മുന്തിരി ഇല്ലാത്തതുകൊണ്ട് ഞാനത് മുന്തിരി ഇടുന്നില്ല. നമുക്ക് ഉണക്കമുന്തിരി ആണെങ്കിലും ഇടാം, പക്ഷേ അത് സാധാ കറുത്ത മുന്തിരി ഏറ്റവും നല്ലൊരു അഴക് കൊടുക്കുന്നത്. ഇപ്പം ഞാനിത് ഇല്ലാത്തതിൻ്റെ പേരിലാണ്. ഇപ്പം പെട്ടെന്ന് ഒരിക്കലൊന്ന് തോന്നി ഇതൊന്ന് പിന്നെ ചെയ്തൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. പരീക്ഷിച്ച് നോക്കിയിട്ട് മുന്തിരി ഇട്ട് പിന്നെ മറ്റേ പച്ചമുന്തിരിയൊക്കെ ഇട്ട് ഇട്ടാൽ നല്ലൊരു കാണാനൊരു കാഴ്ച ഉണ്ടാവേ. ഇത് ഞങ്ങളിത് അതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണേ. ഇതാണ് നമ്മുടെ ഐസ്ക്രീം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു ഐസ്ക്രീമാണ്. ഉണ്ടോ? ഓക്കെ,
താങ്ക് യു ഫോർ വാച്ചിങ്. ഒന്ന് എല്ലാവരുടെയും ഒരു അഭിപ്രായത്തെ ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എൻ്റെ ഒരു റിക്വസ്റ്റാണേ. ഓക്കെ.